വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റന്റ് ലഡുവിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പാനിലേക്ക് 1/4 കപ്പ് പൊട്ടുകടലയും 1/4 കപ്പ് കപ്പലണ്ടിയും കൂടി ചേർത്ത് ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് അവൽ ചേർത്ത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് 2 ഏലക്കയും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുക. ഒരു പാനിലേക്ക് അല്പം ശർക്കര ഇതുപോലെ ഉരുക്കിയത് ചേർക്കുക. നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന അവിൽ മിക്സും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ടൈമിൽ ഗ്യാസ് മറക്കാതെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം. 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറു ചൂടോടുകൂടി തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഹെൽത്തി ലഡു തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവൽ ലഡുവിന്റെ റെസിപ്പി മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ. ഇതുപോലൊരു ബൗൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പെർഫെക്റ്റ് ആയിട്ടൊരു ബർഫി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു പാനിലേക്ക് 1 കപ്പ് കടലമാവ് 4 മുതൽ 5 മിനിറ്റ് വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി 1 കപ്പ് തേങ്ങ, 2 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാല്, 1 കപ്പ് നട്ട്സ് പൗഡർ, 1 കപ്പ് മിൽക്ക് പൗഡർ, 1 കപ്പ് ഗീ ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ തന്നെ ഈ റെസിപ്പി റെഡിയാവുന്നതാണ്. തിക്കായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ സ്ഥലങ്ങളിലും ബബിൾസ് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നതാണ് ഇതിന്റെ കറക്റ്റ് ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇനി നെയ്യ് തടവിയ ഒരു ട്രേയിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം. നല്ലതുപോലെ ചൂടോടുകൂടി തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 4 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൂടി മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ബർഫി റെഡി ആയിട്ടുണ്ട്. മറക്കാതെ ട്രൈ ചെയ്യുക. അപ്പോൾ ശരി, ബൈ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു കളർഫുൾ ഹൽവയുടെ റെസിപ്പിയാണ്. 1/2 കപ്പ് കോൺഫ്ലവറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ അല്പം ഏലക്കപ്പൊടിയും ഫുഡ് കളറും ലെമൺ ജ്യൂസും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചേർത്ത് ഇളക്കി തുടങ്ങാവുന്നതാണ്. ചൂടായി തുടങ്ങുമ്പോൾ തന്നെ തിക്കായിട്ട് വരുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പാൽപമായിട്ട് വേണം നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് നെയ്യ് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യുക. ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കാഷ്നട്ട്സ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റും കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അലുവയുടെ ടെക്സ്ചർ ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നെയ്യ് തടവിയ ഒരു ട്രേയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്ത് ഒരു 2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. 2 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബോംബെ കറാച്ചി ഹൽവ റെഡിയായി കിട്ടുന്നതാണ്. മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു മിനി ബാദുഷയുടെ റെസിപ്പി കണ്ടാലോ? ഒരു ബൗളിലേക്ക് അല്പം തൈര്, 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് അല്പം നെയ്യും അല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് കുഴച്ച് മാറ്റി വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായി മാറ്റി ബാദുഷയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. ബാദുഷ വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വളരെ ലോ ഫ്ലെയിമിൽ സ്ലോ കുക്കിംഗ് ചെയ്തിട്ടാണ് ബാദുഷയൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ടത്. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ ബാദുഷയൊക്കെ വറുത്ത് കോരാവുന്നതാണ്. ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം, അല്പം ഏലക്കയും കൂടി ചേർത്തൊന്ന് തിളപ്പിക്കുക. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബാദുഷ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോഴാണ് ബാദുഷയിലൊക്കെ ഷുഗർ സിറപ്പ് പിടിച്ച് നല്ല സോഫ്റ്റ് ആവുന്നത്. ഇതുപോലെ മിനി ബാദുഷ റെഡി ആവുന്നതാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള ബാദുഷ വേണമെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ശരി, ബൈ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ മിക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടും ക്രഞ്ചി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും. വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി ഇതുപോലൊരു ടവലിലിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയെടുക്കുക. വെറ്റ്നസ് ഒക്കെ പോയതിന് ശേഷം ഇതുപോലെ ഡ്രൈ ആയി കിട്ടുന്നതാണ്. നല്ല തിളച്ച എണ്ണയിൽ ഉരുളക്കിഴങ്ങിട്ട് നല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കുക. 2-3 ബാച്ചുകളായിട്ട് നിങ്ങൾക്ക് വറുത്തെടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് അല്പം വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കുറച്ച് കാഷ്യൂസും ചതച്ച് വറുത്തെടുത്ത അല്പം വെളുത്തുള്ളിയും മുന്തിരിയും പഞ്ചസാര ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി അല്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്.
എപ്പോഴും ഒരുപോലെ മിച്ചർ തയ്യാറാക്കാതെ ഇതുപോലെ വെറൈറ്റി മിച്ചേഴ്സും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു മിച്ചറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ശരി, ബൈ.